നാരകത്തിൽ വെച്ചിട്ട് തീയലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ചെറുനാരകത്തിൻ്റെ ഇലയില്ലേ, നമ്മൾ വെള്ളമൊക്കെ കലക്കി കുടിക്കാൻ ഉപയോഗിക്കുന്ന ചെറുനാരങ്ങ, അതിൻ്റെ ഇലയാണ് എടുത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തീയലുണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഒരു പിടി ഉള്ളി എടുത്ത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഈ എടുത്ത് വെച്ചേക്കുന്ന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെള്ളമൊന്നും ചേർക്കരുത് അതിനകത്തേക്ക്. ഈ വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നിടം വരെ വെള്ളം ചേർക്കരുത്. ചെറിയ തീയിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 3 കാശ്മീരി ചില്ലി, എരിവിനായിട്ട് 1 മുളകും കൂടി എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് അല്പം കറിവേപ്പില, 1 നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി, 5 or 6 ഉള്ളി. ഇതെല്ലാം കൂടെ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പച്ചമല്ലി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 3 or 4 ചുള വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇടയ്ക്ക് നമ്മുടെ ഉള്ളിയും ഇലയും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒരുപാട് സമയം വെച്ചിരുന്ന് ഒരു കറുത്ത നിറം ആവണ്ട. ഇതിനി ഓഫ് ചെയ്ത് വെച്ചാൽ ഈ പാനിലിരുന്ന് തന്നെ അതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചും കൂടി ഒന്നാവുകയെ. അപ്പോൾ ഇതൊന്നിരുന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഉള്ളിയും വെളുത്തുള്ളിയും അങ്ങ് എടുത്ത് മാറ്റാം. എന്നിട്ടിത് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ തന്നെ പൊടിച്ചെടുക്കണം. ഇതിൻ്റെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം. ഇതങ്ങ് പൊടിഞ്ഞു കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ഒരു സ്പൂൺ വെച്ച് ഇളക്കി ഒരു 3-4 പ്രാവശ്യമായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അത്ര പെട്ടെന്ന് അങ്ങോട്ട് പൊടിയില്ല. എല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെയാണല്ലോ അത് പൊടിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് വേണം 2-3 പ്രാവശ്യമായിട്ടൊക്കെ പൊടിച്ചെടുക്കണത്. ഇപ്പോൾ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മാറ്റി വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒരു 1-2 പ്രാവശ്യം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനിയാണ് ഇതിൻ്റെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ. തീയലിന് അരയ്ക്കുമ്പം വെള്ളം തൊടാതെ കല്ലിൽ വെച്ച് നല്ല നെയ്യ് പോലെ അരച്ചെടുക്കണം എന്ന് പറയില്ലേ, ഇങ്ങനെ ചെയ്താൽ അതുപോലെ തന്നെ കിട്ടുമേ. നമ്മളിത് വറക്കാനും ഒട്ടും എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടോ, ഇതിനകത്ത് തേങ്ങയിലെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ പാകത്തിന് വെള്ളമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. കുറച്ച് വെള്ളം കുറച്ച് കൂടുതൽ ചേർത്തോ, ഇല്ലെങ്കിൽ ഇതിരുന്ന് കുറുകുവേ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് താളിച്ചെടുക്കാം. കുറച്ച് കടുകും ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് അല്പം കറിവേപ്പില, 1 വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കാം. എന്നിട്ടിത് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്? ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നാരകത്തിൻ്റെ ഇല ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ടേസ്റ്റ് കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതുപോലെ നമ്മൾ കല്ലിൽ വെച്ച് അരച്ച് ഉണ്ടാക്കുന്ന ആ തീയലിൻ്റെ തന്നെ ടേസ്റ്റ്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇതിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്